ചേലക്കരയിൽ 38 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു. 38 ബൂത്തിന്റെ ലീഡാണോ ഇത് എന്ന് ലിഷോയ് ഒന്ന് കൺഫേം ചെയ്യണം. 38 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന വിവരം ലിഷോയ് പങ്കുവയ്ക്കുന്നു. 38 ബൂത്തുകൾ എണ്ണിതാ ലീഡ് വീണ്ടും ഉയർന്നു. 4498 വോട്ടുകൾക്ക് ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്ന വിവരമാണ്. പാലക്കാട്ടിന് ഒരു അപ്ഡേഷനുള്ള സമയമായി ഒരല്പം ഗ്യാപ്പ് വന്നല്ലോ. 1798 നിൽക്കുകയാണ്. നിർണായകമായ വിവരം ഇപ്പൊ വരും. നാലാം റൗണ്ട് കൂടി BJP ചതിച്ചാൽ പിന്നെ പറയാൻ ഗോകുൽ പറയൂ. ഗോകുലുണ്ട്. അതായത് നാലാം റൗണ്ടിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ അറിയാം എന്തായിരിക്കും ഈ ഒരു ഇലക്ഷന്റെ ട്രെൻഡ് എന്ന്. സ്വാഭാവികമായും ആദ്യഘട്ടങ്ങളാണ് BJP തങ്ങളുടെ ലീഡ് പരമാവധി ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു. പിന്നീട് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ചടി നേരിട്ടാൽ തന്നെ ആ നഗരങ്ങളിലെ വോട്ട് വെച്ച് അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു BJP പ്രയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിലായിരുന്നു അവർ വിശ്വാസം അർപ്പിച്ചിരുന്നത്. പക്ഷേ ആദ്യമായി വരുമ്പോൾ നഗരസഭയിൽ എണ്ണുമ്പോൾ തന്നെ മൂന്നാം റൗണ്ടിൽ രാഹുൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യം. അത് 5232 വോട്ടുകൾക്ക് ചേലക്കരയിൽ ലീഡ് ചെയ്യുകയാണ്. അതായത് വരവൂരും ദേശമംഗലവും വള്ളത്തോൾ നഗറും എണ്ണിക്കഴിയുമ്പോൾ 5000 എന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റായി. 5032 ക്രോസ് ചെയ്തു. 5032 വോട്ടുകൾക്ക് ഷിനോജാണോ ഉള്ളത്? ഷിനോജ് വിവരങ്ങളുമായി കൃത്യമായി 5000 കടന്നിരിക്കുന്നു. പ്രദീപ്, എന്താണ് ചേലക്കരയിലെ ഒരു ആത്മവിശ്വാസവും ആഹ്ലാദവും? LDF നേതാക്കൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കണക്കുകൾ കൃത്യമാണ്. കാരണം അവർ പറഞ്ഞത് മൂന്നാം റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ പ്രദീപിന്റെ ഭൂരിപക്ഷം അത് 5000 കടക്കുമെന്നാണ്. പറഞ്ഞതുപോലെ തന്നെ 5032 എന്ന കൃത്യമായ ഒരു വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് പ്രദീപ് കടന്നു ചെല്ലുന്നു. ഇനി വരാൻ പോകുന്നത് പാഞ്ഞാൽ ഉൾപ്പെടെയുള്ള മേഖലകളാണ്. പാഞ്ഞാലിലും LDFന് ശക്തമായ സ്വാധീനമുള്ള മേഖലകളാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു 7000-ഓളം വോട്ടുകൾക്ക് 4 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ പ്രദീപ് ചെത്തുകയാണെങ്കിൽ അത് മറികടക്കുക രമ്യയെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം ഇനി വരാൻ പോകുന്ന പഴയന്നൂരും തിരുവല്ലാമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോൺഗ്രസിന് ശക്തമായ മേഖലകളാണെങ്കിൽ കൂടി ഈ വലിയ ഒരു മാർജിൻ കടക്കുക എന്ന സംബന്ധിച്ച് രമ്യയെ സംബന്ധിച്ച് നടക്കാൻ കഴിയാത്ത ഒരുപക്ഷെ ചേലക്കര പ്രദീപ് ഉറപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ഇനി നടക്കണമെങ്കിൽ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു വോട്ട് അവിടെ രമ്യക്ക് പിടിക്കേണ്ടത് വരും. എന്തായാലും പ്രതീക്ഷിത പോലെ CPM കേന്ദ്രങ്ങളൊക്കെ ആഗമനം പ്രതീക്ഷിത പോലെയുള്ള അതിനെ അട്ടിമറിക്കാനുള്ള വോട്ടൊക്കെ മറ്റിടങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ UDFന് കഴിയുമോ എന്ന കാര്യം സംശയമാണ്. ഏറെക്കുറെ അല്ല, ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ചേലക്കര LDF എന്ന് നമുക്ക് പറയേണ്ടി വരും. പാലക്കാട്ടും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഒരിക്കലും UDF പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. രണ്ടാം റൗണ്ടിൽ 258 വോട്ടിന്റെ ലീഡ് പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അത് മൂന്നാം റൗണ്ട് കടക്കുമ്പോൾ 1298 വോട്ടിന്റെ ലീഡായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് കോൺഗ്രസിന് സമ്മാനിക്കുന്ന, കോൺഗ്രസ് ക്യാമ്പിന് സമ്മാനിക്കുന്ന ആഹ്ലാദാരവങ്ങൾ ചെറുതല്ല. 4 റൗണ്ടിന്റെ കണക്ക് ഇപ്പൊ വരും. 4 റൗണ്ടിൽ എണ്ണുന്നത് വെണ്ണക്കര, പള്ളിപ്പുറം, കളിക്കാട് മേഖലകളാണ്. ഈ ശ്രീധരന് 2170 വോട്ടിന്റെ വമ്പൻ മേൽക്കൈ കൊടുത്ത വെണ്ണക്കര, പള്ളിപ്പുറം, കളിക്കാട് മേഖല എണ്ണുന്നതിന് കണക്ക്